വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യം. ഇന്നത്തെ പഠന ഭാഗത്തിന് ഒന്നാം ചോദ്യം. ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ എന്തിനെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി തിക്കി കോസിന് അയച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹൃദയങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 2. മിക്ക ആരെ പുരോഹിതനായി അവരോധിച്ചു? അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലേവ്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 3. കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു: ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ ഡാഷ് മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 4. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും ഡാഷ് ജീവിക്കും. പ്രഭാഷകൻ 48 അധ്യായം 11 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അനുഗ്രഹീതർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഡാഷ്. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹാജരായി. ക്വസ്റ്റ്യൻ നമ്പർ 6. ആരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു: സാംസണെ നീ വശീകരിക്കണം? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഡാഷ് ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശേഷിച്ചിരിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 8. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ എവിടെ പതിയിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പട്ടണവാതിൽക്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 9. തിമ്നായിലുള്ളവരോട് സാംസൺ ഒരു കടംകഥ പറയാൻ പോകുന്നു. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ എന്തു തരും എന്നാണ് സാംസൺ പറഞ്ഞത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ എന്ത് പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നവജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. മോശയുടെ പുത്രനായ ഗർശോമിന്റെ പുത്രൻ ജോനാഥാനും ആരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന് പുരോഹിതന്മാരായിരുന്നു. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുത്രന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 12. ജഫ്ത തന്റെ വീട്ടിലേക്ക് വന്നു. അതാ അവന്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവന്റെ ഡാഷ് ആയിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഏക സന്താനമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13.
കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൂർവ്വ പിതാക്കന്മാരെ കുറിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് എന്തായി ലഭിച്ചിരുന്നില്ല. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവകാശമായി. ക്വസ്റ്റ്യൻ നമ്പർ 15. മരണമേ, നിന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ ഡാഷ് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പ്രഭാഷകൻ 41 അധ്യായം 1 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 16. ആര് ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി? ഗിലെയാദുകാരനായ ജെഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 17. ഏലോന്റെ സ്വദേശം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സെബുലൂൺ. ക്വസ്റ്റ്യൻ നമ്പർ 18. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ ഡാഷ് എന്നും പറയാൻ തുടങ്ങും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൂടിക്കളയുക. ക്വസ്റ്റ്യൻ നമ്പർ 19. ദേവാലയത്തിലെ എന്താണ് നടുവേ കീറിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിരശീല. ക്വസ്റ്റ്യൻ നമ്പർ 20. അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ഡാഷ്. പ്രഭാഷകൻ 42 അധ്യായം 22 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദീപ്തമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. അവിടുത്തെ എന്തിൻ്റെ സമൃദ്ധിക്കൊത്താണ് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൃപ. ക്വസ്റ്റ്യൻ നമ്പർ 22. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് എന്താണെന്ന് പ്രഭാഷകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 23. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ എങ്ങനെയുള്ള ചടനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കരിഞ്ഞ. ക്വസ്റ്റ്യൻ നമ്പർ 24. ദൈവത്തെ ഭയപ്പെടുകയോ ആരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 25. കടംകഥയുടെ ഉത്തരം എത്രാം ദിവസമാണ് പട്ടണവാസികൾ സാംസനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 7-ാം ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 26. ഒരു ലേവ്യനെ ആരായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുരോഹിതനായി. ക്വസ്റ്റ്യൻ നമ്പർ 27. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഓഹരി. ക്വസ്റ്റ്യൻ നമ്പർ 28. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ എവിടെ വസിക്കണമെന്നും
നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹൃദയങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൊന്നുകളയുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. സാംസൺ പോയി എത്ര കുറുനരികളെ പിടിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 300. ക്വസ്റ്റ്യൻ നമ്പർ 31. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ ഡാഷ് മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 32. ധനികനായ അധികാരി വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 33. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന് നേരെ എങ്ങനെ വന്നു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അലറി. ക്വസ്റ്റ്യൻ നമ്പർ 34. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 35. 12 പേരിൽ ഒരുവനും സ്കറിയാത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ ആര് പ്രവേശിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാത്താൻ. ക്വസ്റ്റ്യൻ നമ്പർ 36. ജെഫ്ത ആരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗിലെയാദുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 37. ജെഫ്ത എവിടെ 6 വർഷം ന്യായപാലനം നടത്തി? ഗിലെയാദുകാരനായ ജെഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. ആരെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ആരെന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 40. ഫിലിസ്ത്യരുടെ ആര് അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നേതാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 41. അവൻ അവർക്ക് വാക്ക് കൊടുത്തു. ആരില്ലാത്തപ്പോൾ അവനെ ഒറ്റുകൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 42. എങ്കിലും ഈ ഡാഷ് എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വിധവ. ക്വസ്റ്റ്യൻ നമ്പർ 43. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഏത് ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ദാൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ എന്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പിതൃസ്വത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ആരോടാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കുഞ്ഞുങ്ങളോട്. ക്വസ്റ്റ്യൻ നമ്പർ 46. നിന്നെ കണ്ടവരും നിന്റെ ഡാഷ് പാത്രമായവരും അനുഗ്രഹീതർ ജീവിക്കും. പ്രഭാഷകൻ 48 അധ്യായം 11 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്നേഹത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 47. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിന്റെ ഡാഷ് ഹാജരായി. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സഭയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 48. മിസ്പായിൽ കർത്താവിന് മുൻപാകെ വരാത്തവനെ എന്ത് ചെയ്യണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൊന്നുകളയണമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 49. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ ഡാഷ് പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1000. ക്വസ്റ്റ്യൻ നമ്പർ 50. ഇസ്രായേലിന് ഡാഷ് തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മകനും. ക്വസ്റ്റ്യൻ നമ്പർ 51. നിങ്ങൾ ശാപത്തിലേക്കാണ് ഡാഷ്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പ്രഭാഷകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജനിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 52. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും എവിടെ കഴിഞ്ഞുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 53. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം? അവ കാഴ്ചയ്ക്ക് എത്ര ഡാഷ്? പ്രഭാഷകൻ 42 അധ്യായം 22 വാക്യത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദീപ്തമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 54. ബ്രെഫോസ് എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗ്രീക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 55. കർത്താവ് ദാവീദിന് രാജ്യത്തോ ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും എന്തുവഴിയാണ് നൽകിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഉടമ്പടി വഴി. ക്വസ്റ്റ്യൻ നമ്പർ 56. ജഫ്തായെ അടക്കിയ സ്ഥലമേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗിലെയാദ്. ക്വസ്റ്റ്യൻ നമ്പർ 57. ചുങ്കക്കാരനും ഫരിസേയനും വചനഭാഗം ഏത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലൂക്ക 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 58. ബ്രഫോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പഠന ബൈബിൾ പേജ് 232. ശരിയായ ഉത്തരം ഓപ്ഷൻ എ നവജാതൻ. ക്വസ്റ്റ്യൻ നമ്പർ 59. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ധനികനുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 60. എല്ലാറ്റിനെയും സാരം എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അവിടുന്നാണ് സർവവും. ക്വസ്റ്റ്യൻ നമ്പർ 61. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഓഹരി. ക്വസ്റ്റ്യൻ നമ്പർ 62. എലയാസറിന്റെ മകൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സീറാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 63. അവൻ കൈകൾ വെച്ച് ഡാഷ് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അനുഗ്രഹിക്കേണ്ടതിന്. ക്വസ്റ്റ്യൻ നമ്പർ 64. ബാലൻ ഡാഷ് ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആജീവനാന്തം. ക്വസ്റ്റ്യൻ നമ്പർ 65. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ഡാഷ് യൂദായിലെ ഒരു ബേത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലേവ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 66. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ യേശു അവരിൽ നിന്ന് മറയുകയും എവിടേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്വർഗത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 67. ആയിടെ ചത്ത ഒരു ഡാഷ് താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കഴുതയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 68. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ ഡാഷ് ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മാനിക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 69. സ്ത്രീയുടെ ഡാഷ് ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നന്മയേക്കാൾ. ക്വസ്റ്റ്യൻ നമ്പർ 70. ആരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 71. ആരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പുരുഷന്മാരെയും. ക്വസ്റ്റ്യൻ നമ്പർ 72. ഡാഷ് അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 73. പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ ഡാഷ് നോക്കുന്നതിലും പ്രഭാഷകൻ 41 അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ ഇ അഭിലാഷപൂർവം. ക്വസ്റ്റ്യൻ നമ്പർ 74. എൻ്റെ പിതാവ് എനിക്ക് എന്ത് കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാനും നിങ്ങൾക്ക് തരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 75. ആരുടെ സന്തതികളിൽ എന്നാണ് കർത്താവ് മോശയെ ഉയർത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യാക്കോബിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 76. ആര് തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 77. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞ മറുപടി എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഞാൻ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 78. അവന് ശേഷം എവിടുത്തുകാരനായ ഏലോൻ ഇസ്രായേലിൽ 10 വർഷം ന്യായപാലനം നടത്തി. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സെബലൂൺകാരനായ. ക്വസ്റ്റ്യൻ നമ്പർ 79. ഈ ആളുകളെയും കൂട്ടി വരുവാൻ നിനക്ക് എന്ത് പറ്റി? ആര് തിരഞ്ഞു മിക്കായോട് ചോദിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദാൻകാർ. ക്വസ്റ്റ്യൻ നമ്പർ 80. വിജാതിയരുടെ മേൽ അവരുടെ ആര് ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ രാജാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 81. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള ഉപദേശം ആർക്കുള്ളതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഭർത്താക്കന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 82. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയയിൽ നിന്നും വന്ന 20,000 ഇസ്രായേൽക്കാരെ അന്ന് എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അരിഞ്ഞു വീഴ്ത്തി. ക്വസ്റ്റ്യൻ നമ്പർ 83. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് എന്താണെന്നാണ് പ്രഭാഷകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 84. ഞാൻ എൻ്റെ എന്തിനെ ആദരിക്കുക? പ്രഭാഷകൻ 42 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാക്കുകളെ. ക്വസ്റ്റ്യൻ നമ്പർ 85. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് എന്ത് ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 86. എന്തിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ. ക്വസ്റ്റ്യൻ നമ്പർ 87. ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന ആരെ പോലെ ജീവിക്കരുത് എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിജാതിയരെ പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 88. എൻ്റെ ഡാഷ് എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പരീക്ഷകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറയുന്നത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഭയപ്പെടരുത്. ക്വസ്റ്റ്യൻ നമ്പർ 90. വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവകൃപ. ക്വസ്റ്റ്യൻ നമ്പർ 91. യേശു ദിവസവും എവിടെയാണ് പഠിപ്പിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 92. ഒരിക്കൽ വിദൂരസ്ഥരായ നിങ്ങൾ ഇപ്പോൾ ആരിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യേശുക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 93. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അത്യുന്നതൻ വിതർന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മഞ്ഞ്. ക്വസ്റ്റ്യൻ നമ്പർ 94. ആര് പാതിര വരെ കിടന്നു പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 95. യേശു അവരെ ബദാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി എന്തുയർത്തിയാണ് അവരെ അനുഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൈകൾ. ക്വസ്റ്റ്യൻ നമ്പർ 96. കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ദൈവദൂതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 97. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക, ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്നേഹിതരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 98. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ ആര് നിത്യനിന്ദയ്ക്ക് പാത്രമാകും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പിൻതലമുറ. ക്വസ്റ്റ്യൻ നമ്പർ 99. കുറെ നാൾ കഴിഞ്ഞ് ആര് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 100. പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും, അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും? പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സന്താനങ്ങളുടെ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.